നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രോത്സവ ദിവസങ്ങളിൽ കൊടിയേറ്റ ദിവസവും ആറാട്ട് ദിവസവും ഒഴികെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനം നടക്കും. ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തിന് ആവശ്യമായ വസ്തുക്കളാണ് ശനിയാഴ്ച രാവിലെ നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങിൽ ഭക്തർ സമർപ്പിച്ചത്. ക്ഷേത്രം കിഴക്കേ നടപ്പുരയിൽ നടന്ന ചടങ്ങിൽ ഭക്തജനങ്ങൾ അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, എണ്ണ, നെയ്യ്, നാളികേരം, ശർക്കര എന്നിവ സമർപ്പിച്ചു. മേൽശാന്തി പുത്തില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി വ്യവസായി തോട്ടാപ്പള്ളി വേണുഗോപാൽ മേനോനും ഭാര്യ ഗീതി വേണുഗോപാലും ചേർന്ന് ആദ്യ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം, അഡ്വക്കേറ്റ് KG അജയ്കുമാർ, K ബിന്ദു, മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ, ബാലൻ കണ്ണോളി, എടക്കുളം തലാപ്പള്ളി ഗോപകുമാർ മേനോൻ, മുൻ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ, ദേവസ്വം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾക്ക് ശനിയാഴ്ച തുടക്കമായി. രാവിലെ കൊട്ടിലാക്കൽ ഗണപതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹവനം നടന്നു. അണിമംഗലം വല്ലഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ക്ഷേത്രത്തിനകത്ത് പ്രാസാദ ശുദ്ധി, സ്ഥലശുദ്ധി, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, വാസ്തുബലി, വാസ്തു കലശപൂജ, അസ്ത്ര കലശപൂജ എന്നിവ നടന്നു. പച്ചക്കറിയും പലവ്യഞ്ജനവും പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് യാതൊരുവിധ മായങ്ങളും കലർപ്പുകളും ഇല്ലാത്ത രീതിയിൽ നല്ല ഭക്ഷണം എല്ലാ ജനങ്ങൾക്കും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഏപ്രിൽ മാസം 28-ാം തീയതി കൊടിയേറ്റത്തോടുകൂടി നമ്മുടെ ഉത്സവം ആരംഭിക്കുകയാണ്. മെയ് 8-ാം തീയതി കൂടപ്പുഴ ആറാട്ടുകടവിലെ ആറാട്ടോടു കൂടിയാണ് സമാപനം. ഈ 10 ദിവസവും ദീപാലങ്കാര പന്തലുകളും ദീപാലങ്കാരങ്ങളും നമ്മുടെ പുതിയ പടിയും അതുപോലെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ കലാ സാംസ്കാരിക പരിപാടികളും അത് വളരെ ഭംഗിയായും മനോഹരമായും നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും, അതോടൊപ്പം തന്നെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ കാര്യങ്ങളും മുൻകാലങ്ങളിലെ പോലെ തന്നെ വളരെ മനോഹരമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ സോൺ കലോത്സവത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് അഭിമാന നേട്ടം. കോട്ടയ്ക്കൽ ഫറൂഖ് കോളേജിൽ വെച്ച് നടന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ 184 പോയിന്റ് നേടിയാണ് ക്രൈസ്റ്റ് കോളേജ് കലാമേളയിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 103ഓളം മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചാണ് ക്രൈസ്റ്റ് കോളേജ് കിരീട നേട്ടത്തിനരികിൽ 2ാം സ്ഥാനം നേടിയത്. മത്സരിച്ച പരിചമുട്ടുകളി, പൂരക്കളി, നാടോടി നൃത്തം, ചെണ്ടമേളം, തായമ്പക, ഗാനമേള, മൈം എന്നീ ഗ്രൂപ്പിനങ്ങളിലും മോഹിനിയാട്ടം, തുള്ളൽ, നാടോടി നൃത്തം, തുകൽ വാദ്യം, കഥാപ്രസംഗം എന്നീ വ്യക്തിഗത ഇനങ്ങളിലും ഒന്നാമതെത്തിയാണ് ക്രൈസ്റ്റ് കോളേജ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഗ്രീൻ ബുക്സ് അയ്യങ്കാളി സ്ക്വയറിൽ ആരംഭിച്ച പുസ്തകോത്സവം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, ഗ്രീൻ ബുക്സ് ഡയറക്ടർ ചന്ദ്രൻ, ഡോക്ടർ V ശോഭ, സെയിൽസ് മാനേജർ സുധീഷ് KC എന്നിവർ പങ്കെടുത്തു. മെയ് 10 വരെയാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുട പട്ടണത്തിൽ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഉത്സവം കൂടി ആരംഭിക്കാനിരിക്കെ ഇന്നിവിടെ സമാരംഭിച്ചിട്ടുള്ള ഈ പുസ്തകോത്സവം വൻപിച്ച വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗ്രീൻ ബുക്സ് തൃശ്ശൂരിൻ്റെ
മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക മേഖലയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യമായി തുടരുന്ന ഒരു പ്രസാധനശാലയാണ്. വൈവിധ്യപൂർണമായ പുസ്തകങ്ങൾ വായനക്കാർക്ക് സഹൃദയർക്കും ലഭ്യമാക്കാൻ വേണ്ടി ഗ്രീൻ ബുക്സ് നടത്തുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും സമ്പൂർണമായ പിന്തുണ ഈ സന്ദർഭത്തിൽ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. വായന നമുക്ക് അനന്തമായ സ്വാതന്ത്ര്യവും അപരിമേയമായിട്ടുള്ള ആനന്ദവും പകർന്നു നൽകുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ വീട്ടിലെ വായന മുറിയിലിരുന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള സ്കോപ്പാണ് വായന എന്ന് പറയുന്ന പ്രക്രിയ നമുക്ക് നൽകുന്നത്. സർഗാത്മകതയുടെ ചിറകിലേറി ഭാവനയുടെ കിളിവാതിലൂടെ അനന്തമായ ആകാശങ്ങളിലേക്ക് പറക്കാനുള്ള സാധ്യതയാണ് വായന തുറന്നിട്ട് തരുന്നത്. അവിട്ടത്തൂർ ചിറ്റിലപ്പള്ളി കൊടിയിൽ പൊറിഞ്ചു ഭാര്യ ലില്ലി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് അവിട്ടത്തൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ നടക്കും. റോബി ജോർജ്, റീന മേരി, ഡെയ്സൺ, ജോഷി, സജി, ഡിന്ന എന്നിവർ മക്കളും ഡോക്ടർ മഗ്ദലിൻ, അബ്രഹാം പോൾ, മഞ്ജു, ബിന്ദു, ശാലിനി, ജെയ്ക്കോ എന്നിവർ മരുമക്കളുമാണ്. പുല്ലൂർ ഊരകം കുഴുപ്പള്ളി വേലായുധൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ നടക്കും. വിനീത, വിപിൻ എന്നിവർ മക്കളും ഷാജു, ശാലി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.